നമ്മുടെ ഇന്നലെ ചോദിച്ച ആബിദ കേട്ട് ഈരാറ്റുപേട്ട എന്ന സഹോദരി, അവർ ഇന്നലെ ചോദിച്ച ചോദ്യത്തിൽ നിന്ന് കിട്ടിയ മറുപടി വളരെയധികം സംതൃപ്തകരമാണ്. അൽഹംദുലില്ലാ, കാര്യങ്ങൾ ഒരുപാട് പഠിക്കാൻ കഴിയുന്നുണ്ട് എന്ന് അവർ പറഞ്ഞു. സന്തോഷം. അള്ളാഹു എല്ലാവർക്കും അതുപോലെയുള്ള നിഅമത്തും ബർക്കത്തും നൽകുമാറാകട്ടെ. ഇനി അവർക്കുള്ള സംശയം എന്താണെന്ന് ചോദിച്ചാൽ, ഈ രീതികളെല്ലാം അനിസ്ലാമികമാണ്, വിഷ്ടം പഠിപ്പിച്ചതെല്ലാം തെറ്റാണെന്ന് ബോധ്യമായി. പക്ഷെ ജിന്നുബാധ ഏറ്റതായി സംശയിക്കുന്നവർക്ക് ചെയ്യേണ്ട പ്രതിവിധി എന്താണ്, എങ്ങനെയാണ് അതിനുള്ള ചികിത്സാ രീതി ഒന്ന് വ്യക്തമാക്കാമോ എന്നാണ്. അപ്പോൾ ഒന്നാമതായി മനസ്സിലാക്കേണ്ടത്, ജിന്നുബാധ ഏറ്റവരെ തിരിച്ചറിയുക എന്നുള്ളത് വഹിയുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രം അറിയുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനുള്ള പ്രതിവിധി എന്ന് പറയുന്നത് നമുക്ക് കഴിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് ജിന്നുബാധ ഉണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ കുട്ടികളുമായി വന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചികിത്സിച്ച് ഒഴിവാക്കി കൊടുത്തിട്ടുണ്ട്. സ്വഹാബി നെഞ്ചിന് വേദനയാണെന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നെഞ്ചത്തടിച്ച് ഷെയ്ത്താനെ പുറത്ത് ഒഴിവാക്കിയിട്ടുണ്ട്. ഇതെല്ലാം വഹിയുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൃത്യമായി അറിയാം അവിടെ ജിന്ന് ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത്. എന്നാൽ നമുക്കൊരിക്കലും അവരുടെ ശരീരത്തിൽ ജിന്ന് ബാധിച്ചിട്ടുണ്ടോ എന്ന് തിരിച്ചറിയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ തിരിച്ചറിയാൻ കഴിയാത്തൊരു കാര്യത്തിന് ഇസ്ലാം എന്ത് ചെയ്യില്ല, ഒരു പ്രതിവിധി പഠിപ്പിക്കൂല. അതുകൊണ്ടാണ് കെ എം മൗലവി റഹ്മത്തുള്ളാഹി ആ പുസ്തകത്തിൽ പറഞ്ഞത് എന്ത്, സിഹ്ർ, പെണ്ണേറ് പോലെയുള്ള കാര്യകാരണ ബന്ധം അവ്യക്തമായ മറഞ്ഞ വഴിയിലൂടെയുള്ള ഉപദ്രവം നമ്മളിൽ ഏറ്റു എന്ന് സംശയിക്കപ്പെടുന്ന സന്ദർഭങ്ങളിൽ ചികിത്സ നടത്താവുന്നതാണ്. എന്നാൽ നമുക്കൊരിക്കലും അവരുടെ ശരീരത്തിൽ ജിന്ന് ബാധിച്ചിട്ടുണ്ടോ എന്ന് തിരിച്ചറിയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ തിരിച്ചറിയാൻ കഴിയാത്തൊരു കാര്യത്തിന് ഇസ്ലാം എന്ത് ചെയ്യില്ല, ഒരു പ്രതിവിധി പഠിപ്പിക്കൂല. അതുകൊണ്ടാണ് കെ എം മൗലവി റഹ്മത്തുള്ളാഹി ആ പുസ്തകത്തിൽ പറഞ്ഞത് എന്ത്, സിഹ്ർ, പെണ്ണേറ് പോലെയുള്ള കാര്യകാരണ ബന്ധം അവ്യക്തമായ മറഞ്ഞ വഴിയിലൂടെയുള്ള ഉപദ്രവം നമ്മളിൽ ഏറ്റു എന്ന് സംശയിക്കപ്പെടുന്ന സന്ദർഭങ്ങളിൽ ചികിത്സ നടത്താവുന്നതാണ്. എന്നാൽ നമുക്കൊരിക്കലും അവരുടെ ശരീരത്തിൽ ജിന്ന് ബാധിച്ചിട്ടുണ്ടോ എന്ന് തിരിച്ചറിയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ തിരിച്ചറിയാൻ കഴിയാത്തൊരു കാര്യത്തിന് ഇസ്ലാം എന്ത് ചെയ്യില്ല, ഒരു പ്രതിവിധി പഠിപ്പിക്കൂല. അതുകൊണ്ടാണ് കെ എം മൗലവി റഹ്മത്തുള്ളാഹി ആ പുസ്തകത്തിൽ പറഞ്ഞത് എന്ത്, സിഹ്ർ, പെണ്ണേറ് പോലെയുള്ള കാര്യകാരണ ബന്ധം അവ്യക്തമായ മറഞ്ഞ വഴിയിലൂടെയുള്ള ഉപദ്രവം നമ്മളിൽ ഏറ്റു എന്ന് സംശയിക്കപ്പെടുന്ന സന്ദർഭങ്ങളിൽ ചികിത്സ നടത്താവുന്നതാണ്.